നമ്മളുടെ നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ നമുക്കിനി പറയാനുള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. എന്തായിരുന്നു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ? നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു, അതിനുള്ള ഫീച്ചേഴ്സ്, പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഫിറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോയിസോൺ പറഞ്ഞു. സോ ബൈനോമിയൽ ആൻഡ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ക്രീറ്റ് സീരീസ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതാണ്. ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് എന്താണ്, കണ്ടിന്യൂസ് എന്താണെന്നുള്ളത് പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ഫിഗർ കഴിഞ്ഞാൽ അടുത്തതിലേക്ക് സ്കിപ്പ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത്, ഡിസ്ക്രീറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ കണ്ടിന്യൂസ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻ ബിറ്റ്വീൻ, അതായത് 1 കഴിഞ്ഞിട്ട് 2ലേക്കല്ല, അതിൻ്റെ ഇടയിലുള്ള 1.5 അതുപോലെ തന്നെ 1.7 ഇങ്ങനെയുള്ള ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള നമ്പേഴ്സൊക്കെ വരുന്ന ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അധികവും നമ്മളുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അല്ലെങ്കിൽ ബിസിനസ് ആയിട്ട് വരുന്ന ഡാറ്റ, എക്കണോമിക് ആയിട്ട് വരുന്ന ഡാറ്റ, പ്രോബ്ലംസ് എല്ലാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് അല്ലേ? നമ്മളിപ്പോൾ എക്കണോമിയിൽ നമ്മളിപ്പോൾ ഒരു ട്രെൻഡ് കാണുന്നു അല്ലെങ്കിൽ പ്രൈസ് ലെവൽ നോക്കുന്നു, ആ സമയത്തൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ പോയിൻ്റ് രൂപത്തിൽ ഇപ്പോൾ 76.5 എന്നൊക്കെ ഉള്ള രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ എന്താണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്, അല്ലെങ്കിൽ നോർമൽ കണ്ടിന്യൂസ് സീരീസിൽ വരുന്നതായതുകൊണ്ട് തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതാണ്. So normal distribution was first discovered by De Moivre എന്നുള്ള ഒരാൾ, ഡി മോയ്വർ in 1733 as a limiting form of the binomial distribution. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റിംഗ് ഫോമാണ് ആര്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയിസോൺ ഡിസ്ട്രിബ്യൂഷനായിട്ട് മാറുന്ന കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ അല്ലാതെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നേരിട്ട് തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് മാറുന്ന കേസുകളും ഇനി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഡി മോയ്വർ in 1733 ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്കവർ ചെയ്തത് ആസ് എ ലിമിറ്റിംഗ് ഫോം ഓഫ് ദ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റിംഗ് ഫോമായിട്ടാണ് ആര് വരുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് സീരീസ് ആണ്. അതായത് നമുക്ക് ഏജ് പറയുന്ന സമയത്ത്, അതുപോലെ തന്നെ ഹൈറ്റ് പറയുന്ന സമയത്ത്, ഹൈറ്റൊക്കെ നമ്മളെങ്ങനെയാണ് പറയുക? 111.5 അല്ലെങ്കിൽ 121 പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിന്റിൽ വരും. അങ്ങനെയൊക്കെ വരുന്ന ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് സ്കോറുകളൊക്കെ കിട്ടുകയാണ്, അത് പോയിന്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇനി അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ എ കണ്ടിന്യൂസ് റാൻഡം വാരിയബിൾ, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള റാൻഡം വാരിയബിൾസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കണ്ടിന്യൂസ് റാൻഡം വാരിയബിൾ എക്സ് ഈസ് സെറ്റ് ടു ഫോളോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ, നമ്മൾ പ്രോബബിലിറ്റി ഫംഗ്ഷനെയാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്, ഈക്വൽ 1/√of 2x മാത്രമേ ഉള്ളൂ റൂട്ടിൻ്റെ ഉള്ളിൽ. ദെൻ സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. ഈ റേസ്ഡ്, ഇത് പവറായിട്ടാണ് വരുന്നത്, ഇതിൻ്റെ നേരെ മുകളിലായിട്ട് -1/2 ഇൻറ്റു എക്സ് മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഹോൾ സ്ക്വയർ. ഇത് മ്യൂ ആണ്. മ്യൂ എഴുതുന്നത് ശരിക്കും ഒരു വര ഇട്ടിട്ട് അതിന് കൂടെ തന്നെ നമ്മളിങ്ങനെ യു എന്ന് എഴുതുന്ന പോലെയാണ് മ്യൂ എന്ന് എഴുതുക. മ്യൂ എന്ന് പറഞ്ഞാൽ അത് പ്രൊനൗൺസ് ചെയ്യുന്നതാണ് മ്യൂ എന്ന് പറയുന്നത്. അത് ശരിക്കും എന്താണ്? മീനാണ്. മീൻ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ. ഇനി സിഗ്മ, ഇതിന് നമ്മൾ സിഗ്മ എന്നാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്, അതായത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പോപ്പുലേഷൻ മീനുമാണ്. പോപ്പുലേഷൻ അതായത് മൊത്തം നമ്മളുടെ നമ്പേഴ്സിൻ്റെ മീനാണ്, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. ഇങ്ങനെ ഈ മീനിനെയും ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് പാരാമീറ്റർ ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പാരാമീറ്റേഴ്സിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എന്താണ്? NP ആണ്, അതായത് എന്നും പിയും ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ. പോയിസോൺ ഡിസ്ട്രിബ്യൂഷന് സിംഗിൾ പാരാമീറ്റർ എഴുതുന്നു പഠിച്ചു, ദാറ്റ് ഈസ് M. ഇത് എന്നും പിയും സെപ്പറേറ്റ് ആണ്, എന്നും പിയും സെപ്പറേറ്റ് ആണ്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷന് സിംഗിൾ പാരാമീറ്റർ ഉള്ളൂ, ദാറ്റ് ഈസ് M ആണ്. ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ ഏതൊക്കെയാണ്? മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇങ്ങനെ രണ്ടെണ്ണമാണ് പാരാമീറ്റർ. എന്താണ് പാരാമീറ്റർ എന്നുള്ളൊരു
ഡൗട്ട് നിങ്ങൾക്ക് വരും. പോപ്പുലേഷൻ മെഷർമെൻറ്റ്സിനെയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പോപ്പുലേഷൻ്റെ മീന്, പോപ്പുലേഷൻ്റെ മീഡിയൻ, ഇതൊക്കെ പോപ്പുലേഷൻ, അതായത് പോപ്പുലേഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്നതൊക്കെ അതിൻ്റെ പാരാമീറ്ററാണ്. മെഷർമെൻറ്റ്സ് ഒക്കെ പാരാമീറ്ററാണ്. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി നമ്മൾ ഈ ഒരു എന്താ പറയുക, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡാറ്റയെ നമ്മളൊരു ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോഗ്രാമിലേക്ക് പ്ലോട്ട് ചെയ്യേണ്ട സമയത്ത് ഈ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഭാഗത്ത് കുറച്ച് പീക്കായിട്ട് നിൽക്കും, രണ്ട് സൈഡിലേക്കും ഇങ്ങനെ താഴ്ന്നു പോകും എന്നാണ് പറയുന്നത്. അതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകതയാണ്. നമ്മളിതൊരു ഗ്രാഫിലേക്കോ അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത്, ഒരു ഹിസ്റ്റോഗ്രാമിലേക്ക് ഈ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ പ്ലോട്ട് ചെയ്യുന്ന മെഷർമെൻറ്റ്സിലേക്ക് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് സെൻട്രൽ ഹൈറ്റ് കൂടുതലും ബാക്കിയുള്ള രണ്ട് സൈഡിലേക്കും ഇത് ഹൈറ്റ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഡിക്രീസ് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്കും സെയിം റേറ്റിൽ പോകുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടി? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പ് കിട്ടി. അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബെൽ ഷേപ്പാണ്. ഇതാണ് ബെൽ ഷേപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്ക്യൂനസും കർട്ടോസിസും പഠിച്ചിട്ടുണ്ടാകും. അതിൽ സ്ക്യൂനസ് പറയുന്ന സമയത്ത് അസിമെട്രീനെയാണ് നമ്മൾ സ്ക്യൂനസ് എന്ന് പറയുന്നത്. അതായത് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അസിമെട്രീനെയാണ് നമ്മൾ സ്ക്യൂനസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്യൂനസ് തന്നെ എന്തുണ്ട്? പോസിറ്റീവ് സ്ക്യൂനസും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് സ്ക്യൂനസും ഉണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകാതെ രണ്ട് സൈഡിലേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് സെൻട്രൽ ഭാഗം മാത്രം ഹൈറ്റ് ആയിട്ടാണ് ആരുണ്ടാവുക? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പ്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പ് ഏതാണ്? ബെൽ ഷേപ്ഡ് ആണ്. ഇനി നമ്മൾ പറഞ്ഞതെന്താ? മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ് ഇതിൻ്റെ പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് മീൻ തന്നു എന്ന് വിചാരിക്കുക. ഈ ഏതെങ്കിലും ഒരു പോയിന്റിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ മീൻ എന്ന് പറഞ്ഞൊരു ഡാറ്റ നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടതാണ്. അപ്പം മീൻ എന്ന് പറയുന്നത് ശരിക്കും മീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷനാണ്. ലൊക്കേഷൻ ഓഫ് ദ കർവാണ് നമ്മൾ കാണിക്കുന്നത്. ഈ കർവിൻ്റെ ലൊക്കേഷൻ ഏത് ഭാഗത്താണ് പോയിന്റ് വരുന്നത് എന്നുള്ളതിൻ്റെ ലൊക്കേഷനാണ് നമ്മൾ കാണിക്കുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? അതായത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സ്പ്രെഡ് അല്ലെങ്കിൽ ഷേപ്പ്, അതായത് ഷേപ്പ് ഓഫ് കർവാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്പ്രെഡ്നെസ്സിനെയാണ് നമ്മൾ എന്തിനെ കൊണ്ട് ഡെപിക്റ്റ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കൊണ്ട്. അപ്പം മീൻ എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ലൊക്കേഷൻ ആയിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഷേപ്പ്, ഇതിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സ്പ്രെഡ്നെസ് ഇല്ലേ, ഇത്രത്തോളം ഏരിയ ഇവിടെ വന്നില്ലേ, ഈ ഒരു സ്പ്രെഡ്നെസ്സിനെയാണ് നമ്മൾ എന്തുകൊണ്ട് കാണിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് കാണിക്കുന്നത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ലിമിറ്റിംഗ് കേസ് ആകുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മളുടെ നമ്പർ ഓഫ് ട്രയൽസ്, അതായത് n എന്ന് പറയുമ്പോൾ ലാർജ് ആവുകയാണെങ്കിൽ, അതായത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ പറഞ്ഞാൽ എന്താ? n ലീഡ്സ് ടു ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത് അല്ലേ? അതുപോലെ തന്നെ n ലാർജായി മാറുകയാണ്. പിയും ക്യൂവും ആർ നോട്ട് വെരി സ്മോൾ. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ പറഞ്ഞാൽ എന്താ? പി നിയർ ടു 0 ആണ്. പക്ഷെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. പിയും ക്യൂവും, പി എന്ന് പറയുന്നത് നമുക്ക് കിട്ടാനുള്ള സക്സസ്സും ക്യൂ എന്ന് പറയുന്നത് നമ്മളുടെ സക്സസ് ഒഴികെ ബാക്കിയുള്ളത്, സക്സസ് അല്ലാത്ത ഭാഗം, ആർ നോട്ട് വെരി സ്മോൾ, ഓൾമോസ്റ്റ് ഈക്വൽ. പിയും ക്യൂവും ഈക്വൽ ആകുന്ന സന്ദർഭങ്ങളിലുമാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നോർമലായിട്ട് മാറുന്നത്. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ട്രയൽസ് n എന്ന് പറയുന്നത് ലാർജായി വരികയാണ്. പിയും ക്യൂവും ഓൾമോസ്റ്റ് ഈക്വൽ.
ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസാണ് പറയാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അത് നമുക്കറിയാം ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് കർവാണ്. കണ്ടിന്യൂസ് കർവാണ് നമുക്കറിയാം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നോർമൽ കർവ് ഈസ് ബെൽ ഷേപ്ഡ്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞു ഇറ്റ് ഈസ് എ ബെൽ ഷേപ്ഡ് ആണ്. ആ ഷേപ്പിനെ പറയുന്നത് ബെൽ ഷേപ്ഡ് എന്നാണ്. സിമെട്രിക് അബൌട്ട് ദ മീൻ, അതായത് അസിമെട്രി ഒന്നും ഇല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്കല്ലാതെ കറക്റ്റ് സിമെട്രി, അതായത് ഇങ്ങനെയൊരു ഷേപ്പിനെയാണ് നമ്മൾ സിമെട്രിക് അബൌട്ട് ദ മീൻ എന്നാണ് പറയുന്നത്. മീൻ എപ്പോഴും എവിടെയായിരിക്കും വരുന്നത്? നടുവിൽ, അതായത് കറക്റ്റ് സെൻട്രലായിരിക്കും അതിൻ്റെ മീൻ വരുന്നുണ്ടാവുക. അപ്പം മീനിന് എന്താണ് സിമെട്രിക് ആയിട്ടുള്ളതാണ്. ഇവിടെ ഈ ഒരു ബെൽ ഷേപ്ഡ് അല്ലെങ്കിൽ ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മീനും മീഡിയനും മോഡും എല്ലാം ഈ സെൻട്രൽ വാല്യൂലായിരിക്കും. സോ മീൻ ഈക്വൽ മീഡിയൻ ഈക്വൽ മോഡ്. ഹൈറ്റ് ഓഫ് നോർമൽ കർവ് ഈസ് അറ്റ് ഇറ്റ്സ് മാക്സിമം അറ്റ് ദ മീൻ ആണ് അല്ലേ? ഏറ്റവും കൂടുതൽ ഏറ്റവും ഹൈറ്റ് പീക്കിൽ വരുന്നത് എവിടെയാണ്? ഈ ഒരു മീൻ അല്ലെങ്കിൽ മീഡിയൻ അല്ലെങ്കിൽ ഈ ഒരു മോഡ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിൽ ഏറ്റവും പീക്കിൽ വരുന്നത്. സോ ഹൈറ്റ് ഓഫ് ദ നോർമൽ കർവ് ഈസ് അറ്റ് ഇറ്റ്സ് മാക്സിമം ഓഫ് ദ മീൻ എന്നാണ് പറയുന്നത്. ഓൺലി വൺ മാക്സിമം പോയിന്റ്, ആകെ ഒരൊറ്റ മാക്സിമം പോയിന്റ് ഇവിടെ വരുന്നുള്ളൂ. ദ ഓർഡിനേറ്റ് അറ്റ് മീൻ ഡിവൈഡ് ദ ഹോൾ ഏരിയ ഇൻറ്റു 2 ഈക്വൽ പാർട്സ്. ഈ ഒരു നടുവിലൂടെ നമ്മളൊരു വര വരച്ചിട്ടാണെങ്കിൽ ഈ മൊത്തം ഏരിയ ശരിക്കും നമുക്ക് എന്താണ്? 1 ആണ്. പ്രോബബിലിറ്റി 1 ആണ് കിട്ടേണ്ടത്. നമ്മൾ പ്രോബബിലിറ്റി പറയുന്ന സമയത്ത് തന്നെ ഈ മൊത്തം ഇതിൻ്റെ പ്രോബബിലിറ്റി, ഈ ഒരു ഷേപ്പിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഷേപ്പിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഈച്ച് ഏരിയ, അതായത് ഓരോ ഏരിയയും എത്ര ഉണ്ടാകും? 0.5ഉം 0.5ഉം. സോ അതാണ് പറയുന്നത് ദ ഓർഡിനേറ്റ് അറ്റ് മീൻ ഡിവൈഡ് ദ ഹോൾ ഏരിയ ഇൻറ്റു 2 ഈക്വൽ പാർട്സ്, ദാറ്റ് ഈസ് 0.5 ഓൺ either side. നോർമൽ കർവ് ഈസ് എ യൂണി മോഡൽ. യൂണി മോഡൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഒരു മോഡാണ് ഉണ്ടാവുക. ഇവിടെ മീനും മീഡിയനും മോഡും അതായത് സിംഗിൾ മോഡാണ് ഉണ്ടാവുക. ഒരൊറ്റ മോഡേ നമുക്കിതിലുള്ളൂ. പിന്നെ വരുന്നത് Q1 ആൻഡ് Q3 ആർ ഇക്വ ഡിസ്റ്റൻറ്റ് ഫ്രം മീഡിയൻ. Q1ഉം Q3യും നമുക്കറിയാലോ. എന്താ Q1 എന്ന് പറയുന്നത്? ഫസ്റ്റ് ക്വാർട്ടൈലും തേർഡ് ക്വാർട്ടൈലുമാണ്. അപ്പോൾ സെക്കൻഡ് ക്വാർട്ടൈൽ, അതായത് നമുക്ക് Q2നെ എന്ത് പറയാം? മീഡിയൻ എന്ന് പറയാം. നമ്മൾ പഠിച്ചപ്പോൾ തന്നെ Q2 മീഡിയൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോൾ Q1ഉം ഇവിടെ Q3യും പറയുകയാണെങ്കിൽ Q2 എന്ന് പറയുന്നത് അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഇക്വ ഡിസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ നിങ്ങോട്ടുള്ള ഏരിയയും നീളവും ഇവിടെ നിങ്ങോട്ടുള്ള നീളവും എന്താണ്? ഇക്വ ഡിസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത് ഫ്രം മീഡിയൻ. മീൻ ഡീവിയേഷൻ ഈസ് 4/5 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കേണ്ടതാണ്. 4/5 സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതുപോലെ തന്നെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് 2/3 സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആണ് ഉണ്ടാവുക. ഇറ്റ് ഈസ് മീസോകർട്ടിക്കൽ. നമ്മളിപ്പോൾ പീക്നെസ് അല്ലെങ്കിൽ കർട്ടോസിസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും നല്ല പീക്കിലുള്ളതുണ്ട്, പിന്നെ സാധാരണ നോർമലായിട്ട് വരുന്നതുണ്ട്, പിന്നെ വളരെ ഫ്ലാറ്റായിട്ട് പോകുന്ന ഇതുണ്ട്. ഫ്ലാറ്റിനെ നമ്മൾ എന്താ പറയുന്നത്? പ്ലാറ്റികർട്ടിക്കാണ്. പ്ലാറ്റികർട്ടിക് എന്ന് പറയുന്നത് നടുവിൽ ഏകദേശം ഒരു സാധാരണ രീതിയിൽ പോകുന്നതിനെ നമ്മൾ മീസോകർട്ടിക് എന്നാണ് പറയുന്നത്. നന്നായിട്ട് പീക്കായിട്ട് പോകുന്നതിനെ നമ്മൾ ലെപ്റ്റോകർട്ടിക് എന്നായിരുന്നു പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളുടെ ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഏതിലാണ് വരുന്നത്? മീഡിയം ആയിട്ട് വരുന്നതാണ്. സോ ഇറ്റ് ഈസ് എ മീസോകർട്ടിക്കാണ്. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് നമുക്കറിയാം ഇത് അസിമെട്രി അല്ല, സിമെട്രിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ്. ഇവിടെ അസിമെട്രിക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൂടുതലോ ഒരു ഭാഗത്തേക്ക് കുറവോ എന്ന് പറഞ്ഞിട്ടല്ല വരുന്നത്. സോ ഇവിടെ എന്തില്ല? സ്ക്യൂനെസ് ഇല്ല. സോ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഈസ് 0 ആണ്. അതായത് β1 എന്ന് പറയുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. അത് നമുക്ക് 0 ആണ്. ഇത്രയുമാണ് നമുക്ക് പ്രോപ്പർട്ടീസ് പറയാനുള്ളത് കണ്ടിന്യൂസ് സീരീസിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന പ്രോപ്പർട്ടീസ്.